ഒരാളെയും ഉപദ്രവിച്ച ഒരു ചരിത്രവും എന്റെ ജീവിത നിഘണ്ടുവിലില്ല. പരിശോധിക്കാം എന്റെ വ്യക്തി ജീവിതവും പൊതുജീവിതവും, എന്നിട്ട് നടപടിയെടുത്തോളൂ. പക്ഷേ എടുക്കുന്ന നടപടി അത് ധാർമ്മികതയ്ക്ക് വിരുദ്ധമാകരുതെന്ന് മാത്രം. അങ്ങ് വളരെ കാലം എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിട്ടിരുന്ന ആളാണ്. അങ്ങേക്കെല്ലാ നിയമവശങ്ങളും അറിയാം. ഞാൻ സാറിനെ വിളിപ്പിച്ചത് സാറിനത്ര സുഖകരമല്ലാത്തൊരു കാര്യം പറയാനാ. എന്തായാലും പറഞ്ഞോളൂ. ഞാനും അത്ര സുഖകരമല്ലാത്ത സിറ്റുവേഷനിലൂടെയാ കടന്നു പോകുന്നത്. അത് പൊളിറ്റിക്സ് അല്ലേ? IAS-കാർക്ക് അറിയാത്ത എന്ത് പൊളിറ്റിക്സാ സാറേ ഉള്ളത്? പൊളിറ്റീഷ്യൻസ് പ്രധാനമായിട്ടും രണ്ട് തരക്കാരാ. ഒന്ന് പ്രതിബദ്ധതയുള്ളവരും, മറ്റൊന്ന് പൊളിറ്റിക്സ് ബിസിനസ് ആക്കിയവരും. ഈ ഒരു ചർച്ചയ്ക്കല്ല ഞാൻ സാറിനെ വിളിപ്പിച്ചത്. മനസ്സിലായി. സുഖകരമല്ലാത്ത എന്തോ ഒരു കാര്യം പറയാനാണല്ലോ. കേക്കട്ടെ. എനിക്ക് സാറിന്റെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. രുക്മിണി എന്നൊരു പാവം സ്ത്രീയുടെ വീടും പറമ്പും സാറ് ബലമായി കൈവശപ്പെടുത്തി സാറിന്റെ മരുമകന്റെ അമ്മയുടെ പേർക്ക് എഴുതി കൊടുത്തു എന്നാണ് കംപ്ലൈന്റ്. ഈ കംപ്ലൈന്റ് തന്ന രുക്മിണിയെ കുറിച്ച് മാഡം ഒന്ന് വിശദമായിട്ട് അന്വേഷിച്ചിട്ട് വേണമായിരുന്നു എന്നെ വിളിക്കാൻ. ഞാൻ അന്വേഷിച്ചിരുന്നു. മാഡം ഒന്നും അന്വേഷിച്ചിട്ടില്ല. രുക്മിണി ഒരു പാവം സ്ത്രീയാണെന്ന് മാഡം പറഞ്ഞല്ലോ. എന്നാ കേട്ടുള്ളൂ. രുക്മിണി ഒരു പാവം സ്ത്രീയല്ല. അവർ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു ബ്ലേഡ് കമ്പനിക്കാരിയാ. പരിശോധിച്ചാൽ പോലീസ് രേഖകളിൽ കാണും. ഓപ്പറേഷൻ കുബേരക്കാലത്ത് ജയിലിൽ കിടന്ന ആളാ രുക്മിണിയുടെ ഹസ്ബൻഡ്. അവര് തന്ന പരാതിയിൽ വാസ്തവമില്ലേ? വാസ്തവമില്ല. എന്റെ മരുമകന്റെ കുടുംബം ഈ രുക്മിണിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചവരാ. കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് അവർ വീട്ടിലെത്തിയപ്പോ വാടകക്കാരോട് ചോദിക്കാതെ അവരുടെ സാധനങ്ങളെല്ലാം വലിച്ചു വാരി പുറത്തിട്ടിരിക്കുന്നു. ചോദിച്ചപ്പോ ഞങ്ങളുടെ വീട് ഞങ്ങളങ്ങ് വിറ്റു, ഈ ഭാസ്കറിന് വിറ്റു. ഭാസ്കറിനോട് തീരാതരം നടത്തി ആ വസ്തു എന്റെ മരുമകന്റെ അമ്മയുടെ പേരിൽ വാങ്ങി. ഇതാണ് സത്യം. സാറും മരുമകനും കൂടി ഭീഷണിപ്പെടുത്തി വീടും പറമ്പും വാങ്ങിച്ചു എന്നാണ് പരാതി. രജിസ്ട്രേഷൻ ഓഫീസിൽ വന്ന് ഒപ്പിട്ട് പണവും വാങ്ങിയ ശേഷം കളക്ടർക്ക് പരാതി വന്നിരിക്കുന്നു. ഇതൊക്കെ പുതുമയുള്ള കാര്യമാണല്ലോ. ഇത്തരം ചെറിയ കാര്യങ്ങൾക്കൊന്നും മാഡം എന്നെ വിളിക്കരുതായിരുന്നു. സാറിനിത് ചെറിയ കാര്യമായിരിക്കാം. പക്ഷേ ഈ ജില്ലയുടെ പരമാധികാരി എന്ന നിലയിൽ എനിക്കിത് ചെറിയ കാര്യമല്ല. മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം. ഒരു സാധാരണ സ്ത്രീയുടെ അവകാശത്തിലും സ്വാതന്ത്ര്യത്തിലും കൈകടത്തി അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്ന നടപടി നിയമവിരുദ്ധമാണ്. കളക്ടർ എന്ന നിലയില് എനിക്കിതില് നടപടിയെടുത്തേ ഒക്കൂ. ഞാനിതില് ശക്തമായി നടപടിയെടുക്കും. അന്വേഷിച്ച് ന്യായമായ രീതിയിൽ എന്ത് നടപടിയെടുത്താലും ഞാൻ അതിൽ സംതൃപ്തനായിരിക്കും. പക്ഷേ ന്യായമായിരിക്കണമെന്ന് മാത്രം. 6 തവണ MLA-യും അതിലുപരി മന്ത്രിയായിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും സംരക്ഷിച്ച ചരിത്രമേ പ്രതാപവർമ്മയ്ക്കുള്ളൂ. ഒരാളെയും ഉപദ്രവിച്ച ഒരു ചരിത്രവും എന്റെ ജീവിത നിഘണ്ടുവിലില്ല. പരിശോധിക്കാം എന്റെ വ്യക്തി ജീവിതവും പൊതുജീവിതവും, എന്നിട്ട് നടപടിയെടുത്തോളൂ. പക്ഷേ എടുക്കുന്ന നടപടി അത് ധാർമ്മികതയ്ക്ക് വിരുദ്ധമാകരുതെന്ന് മാത്രം. ഞാൻ ഇറങ്ങുന്നു. ഇയാളുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ അഹങ്കാരം. നടപടിയെടുത്തേ പറ്റൂ. മോള് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തേക്കാം. അല്ലെങ്കിൽ വേണ്ട, എന്നോടല്ല സിസ്റ്റർ പവിത്രയോട് അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാലോ. ഞാനെന്തിനാ ഭയക്കുന്നത്? പത്മാവതിയാണെന്ന് അറിയാതെ സിസ്റ്റർ പവിത്രയോട് സംസാരിക്കാനാണ് അദ്ദേഹം നമ്പർ ആവശ്യപ്പെട്ടെങ്കിലോ?
അച്ഛന്റെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തോ? ഇല്ല. അതെന്താ അമ്മേ, ഞാൻ പറഞ്ഞതല്ലേ. ആ, അല്ല മോളെ, ഞാൻ സിസ്റ്റർ പവിത്രയാണെന്നല്ലേ അച്ഛൻ കരുതിയിരിക്കുന്നത്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കുന്നതിൽ തെറ്റില്ലല്ലോ. ആ അത് ശരിയാണല്ലോ. നിങ്ങൾ രണ്ടാളും എന്താ ഈ പറയുന്നേ? ഈ കാര്യത്തെക്കുറിച്ച് ഇതുവരെ അച്ഛൻ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. എന്ന് വെച്ച സിസ്റ്റർ പവിത്രയായിട്ട് വന്നത് അമ്മയാണെന്ന് അംബിക പറഞ്ഞിട്ടില്ല. പിന്നെന്താ ഋതു പ്രശ്നം? പ്രശ്നമുണ്ട് രാജു. സിസ്റ്റർ പവിത്രയായി അമ്മ വീട്ടിൽ വന്നതിന് ശേഷം അച്ഛൻ അമ്മയെ ശരിക്കും കാണാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അമ്മയുടെ ശബ്ദം പോലും അച്ഛൻ ശരിക്കും കേട്ടിട്ടില്ല. ഇനിയിപ്പോ അച്ഛൻ അമ്മയോട് വീണ്ടും സംസാരിച്ച് അമ്മയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ പിന്നെ എല്ലാം വലിയൊരു പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും. അച്ഛൻ എന്നെ രാജുവിനെ പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കും. പിന്നെ എന്റെ പ്ലാൻ നടക്കില്ല. എന്ത് പ്ലാൻ? ഈശ്വര, ഞാനെന്തിനാ ഇപ്പൊ ഇക്കാര്യം പറഞ്ഞ? ഇനിയിപ്പോ ഇവരോട് രണ്ടുപേരോട് ഞാൻ എന്ത് പറയും? എന്താ ഋതു? ഞങ്ങളറിയാത്ത എന്ത് പ്ലാനാ ഋതുനുള്ളത്? വേറെന്ത് പ്ലാൻ? അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം തീരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഞാൻ ആ ആഗ്രഹത്തെ കുറിച്ചാ പറഞ്ഞത്. പക്ഷെ പറഞ്ഞത് വേറെ ആയിപ്പോയി. അത്രേ ഉള്ളൂ. അമ്മ ഫോണിൽ തന്നെ. അച്ഛന്റെ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അച്ഛനിനി അമ്മയെ വിളിക്കില്ല. ബ്ലോക്ക് ചെയ്തതാണെന്ന് അച്ഛന് മനസ്സിലായിക്കോളും. സിസ്റ്റർ പവിത്രയുടെ അധ്യായം ഇവിടെ അവസാനിക്കും. അമ്മയ്ക്കും എനിക്കും ടെൻഷനില്ല, രാജുനും ടെൻഷനില്ല. ഓ എന്തൊരു ചൂടാ പുറത്ത്. അമ്മ ചെന്നേ, ഞങ്ങക്ക് തണുത്ത് എന്തെങ്കിലും കുടിക്കാൻ എടുത്തു തരുമോ? ശരി മോളെ. അമ്മേ ഫോൺ. പാവം, അമ്മയ്ക്ക് സാറിന്റെ ശബ്ദമെങ്കിലും ശരിക്കും ഒന്ന് കേൾക്കായിരുന്നു. അതിനുശേഷം ബ്ലോക്ക് ചെയ്താൽ മതിയായിരുന്നു. രാജു ഒന്ന് മിണ്ടാതിരുന്നേ. അച്ഛന് സിമ്പതി സിസ്റ്റർ പവിത്രയോടാ, അല്ലാതെ എന്റെ അമ്മ പത്മാവതിയോടല്ല. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുമെന്ന് എനിക്കൊരു സംശയമുള്ളതുകൊണ്ടാ അമ്മയുടെ ഫോൺ നമ്പറിലെ പേര് ഞാൻ പവിത്ര എന്നാക്കിയത്. അതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. അച്ഛനും അമ്മയും സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമ്പോ അവർ സംസാരിച്ചോളൂ. അതും അവരുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട്. അങ്ങനെ പ്രശ്നങ്ങൾ തീരാനുള്ള സാഹചര്യം നമ്മൾ തന്നെ ഒരുക്കേണ്ട ഋതു.